സമ്മേഷൻ ഓഫ് ഇൻഫിനിറ്റ് സീരീസിൻ്റെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് 3 തരം സീരീസുകളാണ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ജോമെട്രിക് സീരീസ്. സ്കൂൾ ക്ലാസ് മുതലേ നിങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുള്ള സീരീസാണ്. ഫസ്റ്റ് ടേം എയും ഒരു കോമൺ റേഷ്യോ ആറും വരുന്ന സീരീസ് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ള പാറ്റേണിലുള്ള സീരീസ് ആണെങ്കിൽ അതിൻ്റെ സം ടു ഇൻഫിനിറ്റിയുടെ ഫോർമുല എ ബൈ 1 മൈനസ് ആർ. സം ടു എൻ ടേംസിനും നമുക്കതിൻ്റെ ഫോർമുലയുണ്ട് എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ. ഇൻഫിനിറ്റ് സീരീസിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് ബൈനോമിയൽ സീരീസിൽ നിന്ന് കിട്ടുന്ന സീരീസുകളാണ്. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ ബി റേസ് ടു എൻ. ഇതാണ് നമ്മുടെ ബൈനോമിയൽ സീരീസ് വരുന്നത്. ആ ബൈനോമിയൽ സീരീസിൽ എക്കും ബിക്കും പകരം വണ്ണും എക്സും അല്ലെങ്കിൽ വണ്ണും മൈനസ് എക്സും വരുന്ന ടൈപ്പ് സ്പെഷ്യൽ കേസസ് ആണിത്. അതിൽ തന്നെ പവറും നമ്മളൊരു നമ്പറായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. പവർ -1 വരുന്നത് -2 വരുന്നു, -3 വരുന്നത് 1/2ഉം -1/2ഉം വരുന്നത്. അങ്ങനെ സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്കിവിടെ ഒരു 10 സീരീസുകൾ കിട്ടുന്നുണ്ട്. ഈ 10 സീരീസും പഠിക്കേണ്ടതാണ്. അപ്പോൾ കോഎഫിഷ്യൻസിൻ്റെ ഒരു നേച്ചർ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഈ സീരീസ് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റാൻഡം ആയിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലേ, അത് ഇതിനകത്ത് ഏത് സീരീസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. അപ്പോൾ ആ കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ സീരീസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഈ ഫോർമുലകൾ 10 നന്നായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ സീരീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന സീരീസുകളാണ്. ഇതെല്ലാം നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫോർമുലകളാണ്. വീണ്ടും ഇത് ഒരു 10 സീരീസുകളുണ്ട്. ഈ 10 സീരീസുകളും പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ, പവർ പോകുന്നത് എങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വരുന്നത് എവിടെയൊക്കെ, അങ്ങനെയുള്ള രീതിയിൽ ഇത് കൃത്യമായി ഓർത്തു വെച്ച് പഠിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോബ്ലം പെട്ടെന്ന് കാണുമ്പോൾ അത് ഇതിലേത് സീരീസിലാണ് ഫിറ്റ് ആവുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ നോക്കിയിട്ടാണ്. കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കറസ്പോണ്ടിങ് സീരീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സീരീസുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റണം. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഒരു 22 സീരീസുകളുടെ ഫോർമുല പഠിക്കാനുണ്ട്. അതിനെ നമുക്കിങ്ങനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ജോമെട്രിക് സീരീസ് 2 സം ടു എൻ ടേംസും ഉണ്ട്, സം ടു ഇൻഫിനിറ്റിയും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന 10 ബൈനോമിയൽ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാണാപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ബൈനോമിയൽ എക്സ്പാൻഷൻ മാത്രം ഓർത്ത് വെക്കുക. അതിനകത്ത് എക്കും ബിക്കും പകരം 1x, അതുപോലെ തന്നെ ഇൻറ്റിജേഴ്സ് -1 -2 -3 എന്നൊക്കെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ വരുന്ന സീരീസുകളാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതിയിട്ട് ഈ പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അത് തന്നെയാണ് സീരീസ് എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ അത് 10 ഉണ്ട്. മൂന്നാമത്തെ സെറ്റ് വരുന്നതാണ് എക്സ്പോണൻഷ്യൽ സീരീസിനെ ബേസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സീരീസുകൾ. ഇപ്പോൾ e⁻x എക്സ്പാൻഷൻ അറിയാമെങ്കിൽ e⁻−x കിട്ടാൻ എക്സിന് പകരം -x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഓഡ് പവേഴ്സ് ഓഫ് എക്സിൻ്റെയൊക്കെ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആവുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരേ ഒരു ഡിഫറൻസ്. ട്രിഗ്നോമെട്രിയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് cos x ഈക്വൽ ടു e⁻x പ്ലസ് e⁻−x/2, sin x e⁻x മൈനസ് e⁻−x/2. അപ്പോൾ ഈ 2 എക്സ്പോണൻഷ്യൽ സീരീസുകളും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് cos x കിട്ടുന്നത്, സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് sin x കിട്ടുന്നത്. അങ്ങനെ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ വെച്ച് ഈ ഫോർമുലാസ് അവിടെ വെച്ച് തന്നെ എക്സാം ഹോളിൽ വെച്ച് തന്നെ ഡിറൈവ് ചെയ്ത് എടുക്കാം. അതല്ല, ഇത് 10 പഠിച്ചു വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഈ 10 സീരീസുകൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം. 1 + a cos θ + a² cos 2 θ + a³ cos 3 θ + എക്സെട്ര. ഇതാണ് നമ്മുടെ സീരീസ്. ആപ്ലിക്കേഷൻ പ്രോബ്ലംസിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് C+is മെത്തേഡാണ്. കോസിൻ്റെ ടേംസിലുള്ള സീരീസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ C എന്ന് വിളിക്കുന്നു. എന്നിട്ട് കോസിൻ്റെ സ്ഥാനത്ത് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സീരീസിനെ നമ്മൾ S എന്ന് വിളിക്കുന്നു.
ഈ സീരീസ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 1+ എന്ന് ഉള്ള ഒരു ടൈപ്പ് സീരീസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ കോസിൻ്റെ എക്സ്പാൻഷനിൽ 1+ വേണം. കറസ്പോണ്ടിങ് സൈൻ സീരീസ് എസിൻ്റെ സീരീസ് എഴുതുമ്പോൾ ഈ 1+ നമുക്ക് വേണ്ട, ബാക്കിയുള്ള ടേംസ് മതി. തിരിച്ച് എസിൻ്റെ സീരീസ് ആണ് തന്നിരിക്കുന്നത്, അതിനകത്ത് ആ 1+ ഇല്ല എങ്കിൽ കൂടി കറസ്പോണ്ടിങ് സീരീസ് കോസിൻ്റെ സീരീസ് എഴുതുമ്പോൾ 1+ എന്നുള്ള ആ ഒരു ടേം അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 1 ആയിട്ട് വരുന്നതാണ് സീരീസിൻ്റെ ഫോർമുലകൾക്ക് എളുപ്പം. അതിനു വേണ്ടിയാണ് നമ്മൾ കൊസൈൻ സീരീസിൽ ഈ 1+ കൊടുക്കുകയും സൈൻ സീരീസിൽ അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കറസ്പോണ്ടിങ് സൈൻ സീരീസ് എന്ന് പറയുന്നത് a sin θ പ്ലസ് a സ്ക്വയർ sin 2θ പ്ലസ് a ക്യൂബ് sin 3θ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി ഇതിൽ നിന്ന് ഞാൻ c പ്ലസ് is കണ്ടുപിടിക്കുന്നു. ഈക്വൽ ടു ഇവിടെ ഒരു 1 ഉണ്ട്. സോ 1 പ്ലസ് a cos θ പ്ലസ് a I sin θ. a കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ cos θ പ്ലസ് I sin θ വിച്ച് ഇസ് e റേസ് ടു I θ. അപ്പോൾ രണ്ടാമത്തെ ടേം വരുന്നത് a e റേസ് ടു I θ പ്ലസ് അടുത്ത രണ്ട് ടേംസിൽ നിന്ന് a സ്ക്വയർ കോമൺ ഫാക്ടർ പുറത്തെടുത്ത് cos 2θ പ്ലസ് I sin 2θ വരും വിച്ച് ഇസ് e റേസ് ടു I 2θ. സോ a സ്ക്വയർ e raised to I 2θ. Similarly, next term is a cube e raised to I 3θ plus etc. ഇപ്പോൾ ഇവിടെ ടേംസ് നോക്കുകയാണെങ്കിൽ ഓരോ ടേമിനെയും a e raised to I θ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത് അല്ലേ. സോ ദിസ് ഇസ് എ ജോമെട്രിക് സീരീസ് ഹാവിംഗ് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ a e raised to I θ. Therefore, this is equal to a by 1 minus r, that is 1 by 1 minus common ratio is a e raised to I θ equal to 1 by 1 minus e raised to I θ എന്ന് പറഞ്ഞാൽ cos θ plus I sin θ ആണ്. അതിനെ ഞാൻ മൈനസ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos θ മൈനസ് a cos θ മൈനസ് I a sin θ. എനിക്കിതിനെ റിയലും ഇമാജിനറിയും പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ I വന്നാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് a cos θ, ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഐയുടെ സൈൻ മാറും അല്ലേ, പ്ലസ് I a sin θ ഡിവൈഡഡ് ബൈ 1 മൈനസ് a cos θ മൈനസ് I a sin θ ഇൻറ്റു 1 മൈനസ് a cos θ പ്ലസ് I a sin θ. അതൊരു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തരുന്ന ഫോമിലാണ് അല്ലേ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാണ്. എയുടെ സ്ഥാനത്ത് 1 മൈനസ് a cos θ. സോ a സ്ക്വയർ ഇസ് 1 മൈനസ് a cos θ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരുന്നത് എന്താണ്, I a sin θയുടെ സ്ക്വയർ. I സ്ക്വയർ വരുമ്പോൾ -1 വരും അല്ലേ, അപ്പോൾ ഇടയ്ക്കുള്ള മൈനസിന് പകരം നമുക്ക് പ്ലസ് കിട്ടും. a സ്ക്വയർ സൈൻ സ്ക്വയർ θ ഈക്വൽ ടു 1 മൈനസ് a cos θ പ്ലസ് I a sin θ ഡിവൈഡഡ് ബൈ 1 മൈനസ്, ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ്, a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമാണ്, അത് എക്സ്പാൻഡ് ചെയ്താൽ 1 മൈനസ് 2a cos θ. പിന്നെ വരുന്ന ടേം a സ്ക്വയർ cos സ്ക്വയർ θ. ഇവിടെ പ്ലസ് a സ്ക്വയർ സൈൻ സ്ക്വയർ θയും കൂടി ഉണ്ട് അല്ലേ. a സ്ക്വയർ കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ cos സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ ഈക്വൽ ടു 1. സോ വാട്ട് വി ഗെറ്റ് ഇസ് പ്ലസ് a സ്ക്വയർ. ഓക്കെ, ഇതിപ്പോൾ റിയലും ഇമാജിനറിയും പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്ന ഫോമിലായില്ലേ. എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഇതാണ്, അതായത് റിയൽ പാർട്ട് വരുന്ന സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ സി ഈക്വൽ ടു 1 മൈനസ് a cos θ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2a cos θ പ്ലസ് a സ്ക്വയർ. ഈ സീരീസ് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് എടുക്കും നമ്മൾ. a sin θ ബൈ 1 മൈനസ് 2a cos θ പ്ലസ് a സ്ക്വയർ ആയിരിക്കും ആ കേസിൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, cos θ പ്ലസ് 1/2 cos 2θ പ്ലസ് 1 ഇൻറ്റു 3/2 ഇൻറ്റു 4 cos 3θ പ്ലസ് 1 ഇൻറ്റു 3 ഇൻറ്റു 5/2 ഇൻറ്റു 4 ഇൻറ്റു 6 cos 4θ പ്ലസ് എക്സെട്ര. കോസിൻ്റെ സീരീസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിനെ സി എന്ന് വിളിക്കാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈനിൻ്റെ സീരീസ്, അതായത് കോസിൻ്റെ സ്ഥാനത്തൊക്കെ സൈൻ എന്ന് മാറ്റി കൊടുക്കുക. ആ സീരീസിനെ ഞാൻ എസ് എന്നും വിളിക്കുന്നു.
നൗ നമുക്ക് ഇതിൽ നിന്ന് സി പ്ലസ് ഐ എസ് കണ്ടുപിടിക്കണം. സി പ്ലസ് ഐ എസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അതിനെ എനിക്ക് ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാം, പ്ലസ് 1/2 ഇൻറ്റു സെക്കൻഡ് ടേമിൽ നിന്ന് ഇ റേസ് ടു ഐ 2 തീറ്റ പ്ലസ് 1 ഇൻറ്റു 3/2 ഇൻറ്റു 4 ഇൻറ്റു ഇ റേസ് ടു ഐ 3 തീറ്റ പ്ലസ് എക്സെട്ര. ഇവിടെ നമുക്ക് കോയിഫിഷ്യൻസ് വരുന്നത് 1, 1/2, 1 ഇൻറ്റു 3/2 ഇൻറ്റു 4, 1 ഇൻറ്റു 3 ഇൻറ്റു 5/2 ഇൻറ്റു 4 ഇൻറ്റു 6 എക്സെട്ര ആണ്. ഇത് വരുന്നത് ഏത് എക്സ്പാൻഷനിലാണ്? 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1/2 എന്നുള്ള എക്സ്പാൻഷൻ എടുക്കുമ്പോഴാണ് എല്ലാം പ്ലസ് സൈനും ഈ ടൈപ്പ് കോയിഫിഷ്യൻസും വരുന്നത്. അപ്പോൾ ഇത് ആ സീരീസ് ആണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിലെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ഇ റേസ് ടു ഐ തീറ്റ, ഇ റേസ് ടു ഐ തീറ്റയുടെ സ്ക്വയർ, ഇ റേസ് ടു ഐ തീറ്റയുടെ ക്യൂബ്, അങ്ങനെയാണ് പോകുന്നത് അല്ലേ? സോ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇ റേസ് ടു ഐ തീറ്റയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താണ്? നമുക്ക് 1 പ്ലസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 3/2 ഇൻറ്റു 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സിട്ര എന്നാണ് വരേണ്ടത് അല്ലേ? ഇവിടെ എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അത് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരു ഇ റേസ് ടു ഐ തീറ്റ ത്രൂ ഔട്ട് കോമൺ ഫാക്ടർ പുറത്തെടുക്കുക. So what we get is e raised to I theta into 1 plus 1/2 into e raised to I theta plus 1 into 3/2 into 4 into e raised to I 2 theta plus etc. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് സീരീസിൻ്റെ ഫോമായി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം നമുക്കിവിടെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് വരും. ഇങ്ങനെ ഒരു ഫോമിൽ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് കിടന്നാൽ നമുക്ക് ഫർദർ ആയിട്ട് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന ഏതൊക്കെ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഇത് 1 മൈനസ് കോസ് തീറ്റയാണ് അല്ലേ? 1 മൈനസ് കോസ് തീറ്റ 1 മൈനസ് കോസ് 2 തീറ്റ ആയിരുന്നെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുക്കാം. മൈനസ് ഐ ഇൻറ്റു സൈൻ 2എയുടെ ഫോർമുല 2 സൈൻ എ കോസ് എ. അപ്പം അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഹോൾ റേസ് ടു മൈനസ് 1/2. അപ്പോൾ ഈ രണ്ട് ടേംസിലും ഏത് കോമൺ ഫാക്ടറാണ്? 2 സൈൻ തീറ്റ ബൈ 2 എന്നുള്ളത് ഈ രണ്ട് ടേംസിലും ഒരു കോമൺ ഫാക്ടറാണ്. അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു ബാക്കി വരുന്ന ടേംസ് സൈൻ തീറ്റ ബൈ 2 മൈനസ് ഐ കോസ് തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2. അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. സോ 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു എനിക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോം ആയിരുന്നെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കായിരുന്നു. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആയിരുന്നെങ്കിൽ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് കൊടുക്കായിരുന്നു. ഇവിടെ ഐയുടെ കൂടെ കോസും സൈൻ റിയൽ പാർട്ടായിട്ടുമാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് അവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ സൈനിനെയും കോസിനെയും തിരിച്ച് കോസിൻ്റെയും സൈനിൻ്റെയും ടേംസിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. സൈൻ തീറ്റ ബൈ 2നെ ഇൻ ടേംസ് ഓഫ് കോസ് എനിക്ക് എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം അല്ലേ? പൈ ബൈ 2 മൈനസ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, അവിടെ കോസ് പോസിറ്റീവ് ആണ്. സോ കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ 2 ഇസ് സൈൻ തീറ്റ ബൈ 2 മൈനസ് ഐ ഇൻറ്റു കോസ് തീറ്റ ബൈ 2ന് പകരം എനിക്ക് എന്തെഴുതാം? സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ 2 എന്നെഴുതാം. എഗെയിൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ 2 ഇസ് കോസ് പൈ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഉണ്ട്. ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു
ഇതിപ്പോൾ ഏത് ഫോമായി? കോസ് എ മൈനസ് ഐ സൈൻ എ ഫോമായി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ എ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു എ ഹോൾ റേസ് ടു ബി ഇസ് ഇ റേസ് ടു എ ബി അല്ലേ. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇ റേസ് ടു ഐ ഇൻറ്റു പൈ ബൈ 4 മൈനസ് തീറ്റ ബൈ 4 എന്നാവും. ഈ എക്സ്പ്രഷനെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 അവിടെ ഉണ്ട്. കൂടാതെ വരുന്ന ടേം എന്താണ്? ഇ റേസ് ടു ഐ തീറ്റയും ഇ റേസ് ടു ഐ ഇൻറ്റു പൈ ബൈ 4 മൈനസ് തീറ്റ ബൈ 4ഉം. ഇത് രണ്ടും കൂടി എനിക്ക് കമ്പൈൻ ചെയ്തൂടെ? ഇ റേസ് ടു ഐ ഇൻറ്റു പൈ ബൈ 4 മൈനസ് തീറ്റ ബൈ 4 പ്ലസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 റേസ് ടു മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ പൈ ബൈ 4 plus minus theta by 4 plus theta is 3 theta by 4. ഇതിനെ ഇനി എനിക്ക് റിയലും ഇമാജിനറിയും പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. സോ 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു ദിസ് ഇസ് കോസ് പൈ പ്ലസ് 3 തീറ്റ ബൈ 4 പ്ലസ് ഐ സൈൻ പൈ പ്ലസ് 3 തീറ്റ ബൈ 4. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് റിയൽ പാർട്ടാണ്. സോ അവർ ഫൈനൽ ആൻസർ വിൽ ബി 2 സൈൻ തീറ്റ ബൈ 2 ഹോൾ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു കോസ് പൈ പ്ലസ് 3 തീറ്റ ബൈ 4. അടുത്ത ക്വസ്റ്റ്യൻ, കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് 1/2 ഫാക്ടോറിയൽ കോസ് സ്ക്വയർ എക്സ് സൈൻ 2x പ്ലസ് 1/3 ഫാക്ടോറിയൽ കോസ് ക്യൂബ് എക്സ് സൈൻ 3x പ്ലസ് എക്സെട്ര. ഈ ക്വസ്റ്റ്യൻ ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. സി പ്ലസ് ഐ എസ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൊസൈൻ സീരീസിനെ നമ്മൾ സി എന്നും കോസിന് പകരം സൈൻ എന്ന് റീപ്ലേസ് ചെയ്യുന്നതിനെ എസ് എന്നും വിളിച്ചിട്ട് സി പ്ലസ് ഐ എസ് കണ്ടുപിടിച്ച് പ്രൊസീഡ് ചെയ്യുക. ഇതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സീരീസ് നോക്കൂ, ഇവിടെ കോസും ഉണ്ട് സൈനും ഉണ്ട്. അപ്പോൾ ഇതിനെ സി എന്ന് വിളിക്കുമോ അതോ എസ് എന്ന് വിളിക്കുമോ? റീപ്ലേസ് ചെയ്യുമ്പോൾ തിരിച്ച് വീണ്ടും സൈനും കോസും രണ്ടും വരില്ലേ? അപ്പം അങ്ങനെ വന്നാൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് കോസ് ക്യൂബ് എക്സ് ഇത് ഓൾറെഡി എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെ ഒരു ഫോമാറ്റിലാണ് പോകുന്നത് അല്ലേ. നമ്മൾ സി പ്ലസ് ഐ എസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇ റേസ് ടു ഐ എക്സ് ഇ റേസ് ടു ഐ 2x ഇ റേസ് ടു ഐ 3x എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റിയാലാണ് എനിക്ക് എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെയുള്ള ടേംസ് ആക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ സി പ്ലസ് ഐ എസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ കോസ് എക്സിന് ഓൾറെഡി ആ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഇല്ലാത്തത് ആർക്കാണ്? സൈനിനാണ്. അപ്പം അതുകൊണ്ട് ഈ സീരീസിനെ ഞാൻ യെസ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് കോസ് എക്സ് പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് കോസ് 2x പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു കോസ് ക്യൂബ് എക്സ് കോസ് 3x പ്ലസ് എക്സെട്ര എന്നുള്ളൊരു ഫോമിലാണ് സീരീസ് തന്നിരുന്നതെങ്കിൽ നിങ്ങളതിനെ സി എന്ന് വിളിക്കണം എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ അതിൽ നിന്ന് യെസ് ഫോം ചെയ്യുമ്പോൾ കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് കോസ് ക്യൂബ് എക്സ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് ആ ഒരു എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്നുള്ള പ്രോപ്പർട്ടി തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ മാറ്റരുത്. ആ ടേംസിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പിന്നെ കിടക്കുന്ന കോസ് എക്സ് കോസ് 2x കോസ് 3x എക്സെട്ര എന്നുള്ളതിനെ മാത്രമേ സൈനായിട്ട് റീപ്ലേസ് ചെയ്യാവുള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ എസ് എന്നുള്ള സീരീസ് ഇല്ലേ, അത് കിട്ടാൻ പാകത്തിനെ മറ്റേ ഫോമിൽ സീരീസ് തന്നാലും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് എസ്. ഇനി ഇതിൽ നിന്ന് സി ഫോം ചെയ്യുമ്പോൾ സി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു 1+ ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും സൗകര്യമായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ 1+ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോസിൻ്റെ സീരീസിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സൈനിൻ്റെ സീരീസിന് പകരം ഞാൻ കോസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് 1+ cos x plus 1/2 factorial into cos square x cos 2x plus 1/3 factorial into cos cube x cos 3x plus etc. So what will be c plus is? c plus is equal to 1 plus ഈ രണ്ട് ടേംസിൽ നിന്ന് ഞാൻ cos x കോമൺ ഫാക്ടർ പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് എന്താണ്? cos x plus I sin x which is e raised to ix plus 1/2 factorial into
കോസ് സ്ക്വയർ എക്സ് കോമൺ ഫാക്ടർ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എനിക്ക് കോമൺ ഫാക്ടർ പുറത്തെടുക്കാം. കോസ് 2x പ്ലസ് ഐ സൈൻ 2x ഇസ് ഇ റേസ് ടു ഐ 2x പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ 3x പ്ലസ് എക്സെട്ര. ഇത് ഏത് ഫോമിലുള്ള സീരീസ് ആണ്? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ള സീരീസ് ആണ്. അതായത് ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത്? കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് എന്നാണ് എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതണം? ഇ റേസ് ടു കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് എന്ന് എഴുതേണ്ടി വരും. ഈക്വൽ ടു ഇ റേസ് ടു ഐ എക്സിന് ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ഇ റേസ് ടു കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു കോസ് സ്ക്വയർ എക്സ്, അത് റിയൽ ആണ് അല്ലേ, ഇൻറ്റു ഇ റേസ് ടു ഐ കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. ഇനി ഇ റേസ് ടു കോസ് സ്ക്വയർ എക്സിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് റിയൽ ആണ്, ഇൻറ്റു ഇ റേസ് ടു ഐ കോസ് എക്സ് സൈൻ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ എക്സ് ഐ തീറ്റ ഈസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. സോ കോസ് തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വരണേ? കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഐ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് കോസ് എക്സ് സൈൻ എക്സ്. ഇവിടെ നമുക്ക് വേണ്ടിയിരുന്നത് യെസ് ആണ്, അതായത് ഇമാജിനറി പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ടേം ആണ് വരിക അല്ലേ, സൈൻ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് ഇസ് ദി ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സി സൈൻ ആൽഫ പ്ലസ് 1/2 സി സ്ക്വയർ സൈൻ 2 ആൽഫ പ്ലസ് 1/3 സി ക്യൂബ് സൈൻ 3 ആൽഫ പ്ലസ് എക്സെട്ര. ഇത് ഏത് സീരീസ് ആയിരിക്കും എന്നാണ് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഒരു എക്സ് എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് ബൈ 3 അങ്ങനെ വരുന്ന ഒരു സീരീസിനോടാണ് ഇത് ഈക്വലൻ്റ് ആവാൻ സാധ്യത. അത് ഏത് സീരീസാണ്? ഇവിടെ എല്ലാത്തിനും നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ലോഗ് 1 മൈനസ് എക്സിൻ്റെ സീരീസ് ആയേനെ. ഇവിടെ ഒന്നിനും മൈനസ് സൈൻ ഇല്ല അല്ലേ, അപ്പോൾ അതെന്താണ്? മൈനസ് ലോഗ് 1 മൈനസ് എക്സിൻ്റെ സീരീസ് ആണ്. അതിനോടാണ് ഈ തന്നിരിക്കുന്ന സീരീസ് ഈക്വലൻ്റ് ആകാൻ പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാം. അപ്പോൾ ആ സീരീസിന് നമുക്ക് ഫസ്റ്റ് ടേം 1 ആവശ്യം വരുന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെ എസ് എന്ന് വിളിക്കുന്നു. സൈൻ സീരീസ് ആണ്, അതുകൊണ്ട് അതിനെ എസ് എന്ന് വിളിക്കുന്നു. കറസ്പോണ്ടിങ് കോസ് സീരീസ് എന്ത് വരും? സി സൈൻ ആൽഫ പ്ലസ് 1/2 സി സ്ക്വയർ സൈൻ 2 കോസ് 2 ആൽഫ പ്ലസ് 1/3 സി ക്യൂബ് കോസ് 3 ആൽഫ പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പം നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു കോസ് സീരീസ് ആകുമ്പോൾ ഒരു 1+ കൊടുക്കുന്നതാണ് നല്ലത് എന്ന്. അത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആ സീരീസിൻ്റെ ഫസ്റ്റ് ടേം ആയിട്ട് 1 വരുന്നത് കൺവീനിയൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 1 ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ സിക്ക് 1+ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സെട്ര എന്നുള്ളതുമായിട്ടാണ് ഇതിന് കമ്പാരിസൺ വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. അതിന് 1+ എന്നൊരു സ്റ്റാർട്ടിംഗ് ടേം ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സിക്ക് 1+ ഇടാത്തത്. ഇനി സിക്ക് നിങ്ങൾ 1+ ഇട്ടാലും അവിടെ ഒരു എക്സസ് 1 അവസാനം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഫൈനൽ ആൻസർ സെയിം ആയിട്ട് തന്നെ വരും കേട്ടോ. സോ സി പ്ലസ് ഐ എസ് മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സി കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് കോസ് ആൽഫ. സോ കോസ് ആൽഫ പ്ലസ് ഐ സൈൻ ആൽഫ ഇസ് ഇ റേസ് ടു ഐ ആൽഫ പ്ലസ് 1/2 സി സ്ക്വയർ ഇ റേസ് ടു ഐ 2 ആൽഫ പ്ലസ് 1/3 സി ക്യൂബ് ഇ റേസ് ടു ഐ 3 ആൽഫ പ്ലസ് എക്സെട്ര. ഇത് മൈനസ് ലോഗ് 1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ ആണ്, വേർ എക്സ് ഇസ് ഈക്വൽ ടു സി ഇ റേസ് ടു ഐ ആൽഫ. സോ വാട്ട് വി ഗെറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 1 മൈനസ് സി ഇ റേസ് ടു ഐ ആൽഫ. ഇവിടെ നമ്മൾ സീരീസ് ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷേ ഇതിനെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി വർക്കുണ്ട്. ദിസ് ഇസ് മൈനസ് ലോഗ്, ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ ആൽഫയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് റിയലും ഇമാജിനറി പാർട്ടും ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് സി കോസ് ആൽഫ മൈനസ് ഐ സി സൈൻ ആൽഫ എന്ന് വരും.
ഇ റേസ് ടു ഐ ആൽഫയ്ക്ക് കോസ് ആൽഫ പ്ലസ് ഐ സൈൻ ആൽഫ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, മൈനസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ലോഗ് എ പ്ലസ് ഐ ബി ഫോമാണ് അല്ലേ. അപ്പോൾ അതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ റിയൽ പാർട്ട് 1 മൈനസ് സി കോസ് ആൽഫ ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും ഇമാജിനറി പാർട്ട് മൈനസ് സി സൈൻ ആൽഫ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എ പ്ലസ് ഐ ബിയെ ആർ ഇ റേസ് ടു ഐ തീറ്റ ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യാറുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണിത്. റിയൽ പാർട്ടിനെ ആർ കോസ് തീറ്റയായിട്ടും ഇമാജിനറി പാർട്ടിനെ ആർ സൈൻ തീറ്റയായിട്ടും ഇക്വേറ്റ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ആർ സ്ക്വയർ ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് 1 മൈനസ് സി കോസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സി സൈൻ ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ സി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് 2c കോസ് ആൽഫ പ്ലസ് സി സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ വരും. സി സ്ക്വയർ കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഇസ് 1. സോ ഇതാണ് ആർ സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നത്. ആർ വിൽ ബി റൂട്ട് ഓഫ് ദിസ്. ഇനി ഈ ഇക്വേഷനെ ഞാൻ ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആറ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ടാൻ തീറ്റ ഈക്വൽ ടു മൈനസ് സി സൈൻ ആൽഫ ബൈ 1 മൈനസ് സി കോസ് ആൽഫ എന്ന് വരും. സോ ദിസ് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് സി സൈൻ ആൽഫ ബൈ 1 മൈനസ് സി കോസ് ആൽഫ. ഇനി ഈ എക്സ്പ്രഷനിൽ എനിക്ക് ഇതിന് പകരം ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ. റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ആയിട്ടാണ് ഞാൻ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ബിക്കംസ് ആർ കോസ് തീറ്റ ആൻഡ് ദിസ് ബിക്കംസ് പ്ലസ് ഐ ആർ സൈൻ തീറ്റ വിച്ച് ഇസ് ആർ ഇ റേസ് ടു ഐ തീറ്റ. സോ വാട്ട് വി ഗെറ്റ് ഇസ് സി പ്ലസ് ഐ എസ് ഈക്വൽ ടു minus log r e raised to I theta, where r is root of this expression and theta is tan inverse this expression. So equal to log ab is log a plus log b. So minus common avada porathunde log r plus log e raised to I theta. Logum eum inverse functions ആണ് അല്ലേ. So plus I theta എന്ന് വരും. So equal to minus log r minus I theta. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് എസിൻ്റെ വാല്യൂ ആണ് അല്ലേ. സോ എസ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് മൈനസ് തീറ്റ ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് മൈനസ് സി ആൽഫ ബൈ 1 മൈനസ് സി കോസ് ആൽഫയാണ്. സോ മൈനസ് തീറ്റയുടെ വാല്യൂ വരുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് എന്ന് വരും അല്ലേ. ആ രണ്ട് മൈനസും കൂടി പ്ലസ് ആക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് സി സൈൻ ആൽഫ ബൈ 1 മൈനസ് സി കോസ് ആൽഫ ഇസ് അവർ ഫൈനൽ ആൻസർ. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ സൈൻ സീരീസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എസ് എന്ന് വിളിക്കാൻ തോന്നും. കറസ്പോണ്ടിങ് കൊസൈൻ സീരീസും ഒക്കെ എഴുതും. സി പ്ലസ് ഐ എസ് മെത്തേഡ് അപ്ലൈ ചെയ്യും, ആൻസർ തെറ്റും. എന്താ കാരണം? ഇവിടെ സൈൻ അല്ല, ഹൈപ്പബോളിക് സൈൻ ആണ്. അതേപോലെ തന്നെ കോസ് എടുക്കുമ്പോഴും കോസ് അല്ല, അപ്പോൾ കറസ്പോണ്ടിങ് സീരീസ് ഹൈപ്പബോളിക് കോസ് ആണ് വരിക. നമുക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിലാണ് ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുക അല്ലേ. ഹൈപ്പബോളിക് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈപ്പബോളിക് വരുന്ന കേസിൽ നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സൈൻ എച്ച് ആൽഫയ്ക്ക് സൈൻ എച്ച് എക്സ് ആണെങ്കിൽ നമ്മൾ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 എന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ സൈൻ എച്ച് ആൽഫയാണ്. സോ ഫോർ സൈൻ എച്ച് ആൽഫ ഐ ക്യാൻ ഗീവ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് ആൽഫയ്ക്ക് പകരം ഇ റേസ് ടു ആൽഫ മൈനസ് ഇ റേസ് ടു മൈനസ് ആൽഫ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എച്ച് 2 ആൽഫയ്ക്ക് പകരം ഇ റേസ് ടു 2 ആൽഫ മൈനസ് ഇ റേസ് ടു മൈനസ് 2 ആൽഫ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു e raised to 3 alpha minus e raised to minus 3 alpha by 2 plus etc. equal to 1 by 2 throughout common factor ആണ് അല്ലേ. അപ്പോൾ 1 by 2നെ നമുക്ക് അങ്ങ് പുറത്തേക്ക് എടുത്തേക്കാം. പിന്നെ e raised to പോസിറ്റീവ് പവർ വരുന്ന ടേമുകൾ ഞാൻ കളക്ട് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് ഏതൊക്കെ വരും? എക്സ് ഇ റേസ് ടു ആൽഫ പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു 2 ആൽഫ പ്ലസ് എക്സ് ക്യൂബ് ഇ റേസ് ടു 3 ആൽഫ പ്ലസ് എക്സെട്ര വരുന്നുണ്ട്. ഇനിയോ
ഇ റേസ് ടു ആൽഫയ്ക്ക് നെഗറ്റീവ് വരുന്ന ടേംസ് നമുക്ക് കളക്ട് ചെയ്യാം. അതിനൊക്കെ ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ? അപ്പം ഞാൻ മൈനസ് കോമൺ ഫാക്ടർ പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ ആ സീരീസിൽ വരുന്നത് എക്സ് ഇ റേസ് ടു മൈനസ് ആൽഫ പ്ലസ് എക്സ് ഇ റേസ് ടു മൈനസ് 2 ആൽഫ പ്ലസ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇ റേസ് ടു മൈനസ് 3 ആൽഫ പ്ലസ് എക്സെട്ര ഈക്വൽ ടു 1/2 കോമൺ ഫാക്ടർ പുറത്തുണ്ട്. ഇത് ഏത് സീരീസ് ആണ്? ജോമെട്രിക് സീരീസ് ആണ് അല്ലേ? Geometric series having first term x e raised to alpha and common difference x e raised to alpha itself. ഫോർമുല വരുന്നത് a by 1 minus r ആണ്. എയുടെ സ്ഥാനത്ത് x e raised to alpha by 1 minus rന്റെ സ്ഥാനത്തും x e raised to alpha തന്നെ. മൈനസ് ഇവിടെ ഫസ്റ്റ് ടേം വരുന്നത് x e raised to minus alpha by 1 minus x e raised to minus alpha. First term x e raised to minus alpha, common ratio x e raised to minus alpha തന്നെ. Equal to 1/2 into ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. x e raised to alpha into 1 minus x e raised to minus alpha minus x e raised to minus alpha into ഈ ഡിനോമിനേറ്റർ വരുമ്പോൾ 1 minus x e raised to alpha divided by denominatorsന്റെ പ്രോഡക്റ്റ് 1 minus x e raised to alpha into 1 minus x e raised to minus alpha equal to 1/2 into ന്യൂമറേറ്ററിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ x e raised to alpha minus x e raised to minus alpha. അപ്പോൾ e raised to alphയും e raised to minus alphയും കൂടി പ്രോഡക്റ്റ് 1 തരും. സോ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ മൈനസ് എക്സ് ഇ raised to minus alpha. എഗെയിൻ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ഈസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഞാൻ ഈ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ടേം 1 എക്സ് വരുന്നത് രണ്ട് ടേംസ് ഉണ്ട് അല്ലേ? സോ മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ആൽഫ പ്ലസ് ഇ റേസ് ടു മൈനസ് ആൽഫ. പിന്നെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് പ്ലസ് എക്സ് സ്ക്വയർ e raised to alpha into e raised to minus alpha is 1. Okay. Equal to minus x squareും cancel ചെയ്ത് പോവും. x എനിക്കൊരു കോമൺ ഫാക്ടർ പുറത്തെടുക്കാം. സോ x ഇൻറ്റു ബാക്കി വരുന്നത് e raised to alpha മൈനസ് e raised to minus alpha. ഈ 1/2 ഉണ്ടായിരുന്നത് കൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഉണ്ട് ഇൻറ്റു 1 മൈനസ് x e raised to alpha plus e raised to minus alpha plus x square equal to e raised to alpha minus e raised to minus alpha divided by 2. ഇതാണ് sin h ആൽഫയുടെ ഫോർമുല അല്ലേ? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x into sin h alpha divided by ഈ 2 ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഇനി ഈ എക്സ്പ്രഷനേ ഉള്ളൂ 1 മൈനസ് e raised to alpha plus e raised to minus alpha divided by 2 ഉണ്ടായിരുന്നെങ്കിൽ cos h alpha ആയേനെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 cos h alpha. അപ്പം മൈനസ് 2x cos h alpha പ്ലസ് എക്സ് സ്ക്വയർ. ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് ഇൻഫിനിറ്റ് സീരീസിൽ C+IS മെത്തേഡ് അപ്ലൈ ചെയ്യാത്ത ടൈപ്പ് പ്രോബ്ലമാണിത്. ഇവിടെ നമുക്ക് C+IS മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തതിൻ്റെ കാരണം ക്വസ്റ്റ്യനിൽ ഹൈപ്പബോളിക് സീരീസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഹൈപ്പബോളിക് ഫംഗ്ഷൻ ആണോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണോ, എച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് വേണം ആദ്യം നോക്കാൻ. എച്ച് പ്രസന്റ് ആണെങ്കിൽ സൈൻ എച്ച് ആൽഫയോ കോസ് എച്ച് ആൽഫയോ ആയിരിക്കും. അതിന് പകരം ഇ റേസ് ടു ആൽഫ പ്ലസ് ഇ റേസ് ടു മൈനസ് ആൽഫ ബൈ 2ഓ ഇ റേസ് ടു ആൽഫ മൈനസ് ഇ റേസ് ടു മൈനസ് ആൽഫ ബൈ 2ഓ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങളൊരു ജോമെട്രിക് സീരീസിലേക്ക് ആയിരിക്കും എത്തുന്നത്. കൃത്യമായി സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അതല്ല ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പാണ് C+IS മെത്തേഡാണ്. കൊസൈൻ സീരീസ് ആണെങ്കിൽ സി എന്നും സൈൻ സീരീസ് ആണെങ്കിൽ എസ് എന്നും വിളിച്ച് C+IS മെത്തേഡ് അപ്ലൈ ചെയ്യാം. ആ C+IS മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് സിക്ക് 1+ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. സി തന്നിട്ട് എസ് ആക്കുകയാണെങ്കിൽ 1+ കളയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സിക്ക് 1+ എന്നുള്ള എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്. കറസ്പോണ്ടിങ് എസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആ 1+ കളഞ്ഞിട്ട് ബാക്കിയുള്ളതിന് മാത്രം സൈൻ എക്സ്പാൻഷൻ കൊടുക്കുക. ഇനി എസ് തന്നിട്ട് സി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഏത് സീരീസ് ആണ് വരുന്നത് എന്ന് നോക്കുക.
ജോമെട്രിക് സീരീസോ ബൈനോമിയൽ സീരീസോ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് കോയിഫിഷ്യൻസ് കിടക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് ടേം 1+ വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ സി ഡിഫൈൻ ചെയ്യുമ്പോൾ 1+ എന്ന് എഴുതി ഡിഫൈൻ ചെയ്യാം. അതല്ല ലോഗരിതമിക് സീരീസോ ട്രിഗ്നോമെട്രിക് സീരീസ് ഏതെങ്കിലുമോ, അതായത് ഫസ്റ്റ് ടേം 1 വരാത്ത ഏതെങ്കിലും സീരീസ് ആണ് വരുന്നത് എങ്കിൽ അവിടെ നമുക്ക് സി ഡിഫൈൻ ചെയ്യുമ്പോൾ 1+ എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സമ്മേഷൻ ഓഫ് സീരീസിലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം.